എടി ജാനി, എന്താ അമ്മേ? സ്കൂളിൽ നിന്ന് എന്തായിരുന്നടി കോലാഹലം? എടി നിന്നോടാ ചോദിച്ചേ. ഭിത്തിയിലാരോ എന്റെ പേര് എഴുതി വെച്ചു. നിന്റെ മാത്രം പേരാണോ എഴുതിയത്? എന്റെയും രഞ്ജിത്തിന്റെയും. എന്തിനായിരുന്നടി അത്? എടി നിന്നോടെ ഈ ചോദിക്കുന്നത്. നിന്റെയും രഞ്ജിത്തിന്റെയും പേര് ചേർത്ത് ഭിത്തിയിൽ എഴുതണമെങ്കിലേ അതിനൊരു കാരണം വേണമല്ലോ. എനിക്കറിയില്ല. നീ ഒന്നും അറിയാതെ ഏതായാലും ഇത്രയും സംഭവങ്ങളൊന്നും നടക്കില്ല. തീ ഇല്ലാതെ പുകയുണ്ടാവോടി? സുനന്ദ ടീച്ചർ വിളിച്ചു പറഞ്ഞപ്പോ എന്റെ തൊലി ഇരിഞ്ഞുപോയി. ഇനി ഇതായിരിക്കില്ലേ സ്കൂളിലും സ്റ്റാഫ് റൂമിലും ഒക്കെ സംസാര വിഷയം. ഞാൻ എങ്ങനെയാടി മറ്റു ടീച്ചേഴ്സിന്റെ മുഖത്ത് നോക്കുന്നത്? നീയും ആ ചെക്കനും തമ്മിൽ എന്തോ ചുറ്റിക്കളിയുണ്ട് അല്ലടി? ഇല്ല. എന്തെങ്കിലും ഇല്ലാതെ നിന്നെ കുറിച്ച് ആരെങ്കിലും ഇങ്ങനെ എഴുതി വെക്കോടി? നിന്റെ ക്ലാസ്സിൽ വേറെ എത്രയോ പെൺപിള്ളേരുണ്ട്, എന്നിട്ട് വേറെ ആരെയും പറ്റി ഇങ്ങനെ എഴുതി വെക്കുന്നില്ലല്ലോ. അമ്മയ്ക്കല്ലാതെ വേറെ ആർക്കും ഇങ്ങനൊരു സംശയം കാണില്ല. ആര് പറഞ്ഞടി ഇല്ലെന്ന്? പലരുടെയും സംസാരം ഈ ടോണിലായിരുന്നു എന്നാ സുനന്ദ ടീച്ചർ പറഞ്ഞത്. നാണം കിട്ടിട്ട് എനിക്കിനി സ്കൂളിലേക്ക് ചെല്ലാൻ പറ്റുമോടി? അമ്മയ്ക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് നീ പറഞ്ഞാ മതിയോ? എടി, സ്കൂളിൽ പോകുന്നത് പഠിക്കാൻ വേണ്ടിയാ, അല്ലാതെ ക്വിസ് മത്സരം അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കാണുന്നതിന്റെ ഒക്കെ പിന്നാലെ പോവുക. ക്വിസ് മത്സരത്തിന് പോകുന്നതൊരു കുറ്റമാണോ അമ്മ? സെലക്ഷൻ കിട്ടിയിട്ടല്ലേ ഞാൻ പോയത്. ഓ, നീ വലിയ കേമിയാണെന്നല്ലേ പറഞ്ഞു വരുന്നത്? എടി, കേമത്തം കാണിക്കാൻ പോയാ ഇങ്ങനെ ചിലതൊക്കെ കേൾക്കേണ്ടി വരും. എന്താ രത്നമ്മേ? ഒന്നും പറയണ്ടമ്മേ. ഇവളുടെ സ്കൂളിലെ ഒരു ചെക്കന്റെയും പേര് ചേർത്ത് പിള്ളേര് ചുവരെഴുത്ത് തുടങ്ങി. ഇനി എന്തെല്ലാം കാണേണ്ടി വരുമെന്ന എന്റെ പേടി. ഒരുത്തന്റെ കൂടെ ഇവിടെ ക്വിസ് മത്സരത്തിന് പോയില്ലേ, അവൻ തന്നെ ആള്. ഞാൻ അന്നേ നിന്നോട് പറഞ്ഞില്ലേ രത്നമ്മ, ഇവിടെ പോക്ക് ശരിയല്ലെന്ന്? ഇപ്പൊ ബോധ്യായല്ലോ. ശരിയല്ലാത്തൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇതൊക്കെയാണോടി നിന്റെ നോട്ടത്തിലെ ശരി? ഒന്നിച്ച് ക്വിസ് മത്സരത്തിന് പോയിന്നല്ലാതെ ഞാനും രഞ്ജിത്തും തമ്മിൽ ഒരു ബന്ധമില്ല. പാട്ടിനും ഡാൻസിനും പ്രസംഗത്തിനും ഒക്കെ മത്സരിക്കാൻ അമ്മ സൂര്യമോളെ വിടുന്നില്ലേ? അവളെ പോലെയാണോടി നീ? ഇവിടെ മനസ്സിലിരിപ്പ് കണ്ടില്ലേ രത്നമ്മേ? ഡേ, ഓരോരുത്തരും അവരവരുടെ നിലയ്ക്ക് നിൽക്കണം.